So hey guys, welcome back to my channel. This is Surya and you're watching Street and Courage. സോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്താണ് റൂമിൽ നിന്നൊക്കെ വ്ളോഗ് എടുക്കുന്നത്. സോ ഞാൻ ആദ്യമായിട്ടാണ് റൂമിലൊക്കെ ഇരുന്ന് വ്ളോഗ് എടുക്കുന്നത്. സാധാരണ നമ്മൾ വണ്ടിയെല്ലാം വെളിയിലാണല്ലോ, വണ്ടി റൂമിൽ കൊണ്ട് വയ്ക്കാറില്ല. സോ നമ്മൾ റൂമിൽ നിന്ന് വീഡിയോ എടുക്കുന്നതിന്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഇന്ന് നമ്മളൊരു സാധനം അൺബോക്സ് ചെയ്യാണ്. സംഭവം നമുക്ക് ഭാവിയിൽ വണ്ടിയിലേക്ക് യൂസ് ചെയ്യാനുണ്ട്, പിന്നെ എൻ്റെ കുറച്ച് പേഴ്സണൽ യൂസിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിത് എടുത്തത്. നിങ്ങൾ ഓൾറെഡി ഇപ്പൊ മേ ബി മറ്റു വീഡിയോസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ടാവും. നമ്മുടെ ഡാമേജ് ആയ ഫെയറിങ്സ് ഒക്കെ ഫിക്സ് ചെയ്യുന്ന നിങ്ങൾ കണ്ടോ ഇല്ലയെന്ന് അറിയില്ല, അതിപ്പോ അപ്ലോഡ് ആയിട്ടുണ്ടോ ഇല്ലയെന്നും എനിക്കറിയില്ല. സോ എനിവേ അതിനുമൊക്കെ നമുക്ക് സഹായിക്കുന്ന ഒരു സാധനമാണിത്. എന്താന്ന് വെച്ചാൽ ഐ വിൽ ഷോ യു ഗൈസ്. സോ ഇതാണ് എൻ്റെ ഫസ്റ്റ് 3D പ്രിന്റർ. പാക്കേജ് നോക്കണ്ട, നല്ല രീതിയിൽ ഡാമേജ് ആയിട്ടുണ്ട്. താങ്ക്സ് ടു ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ്. ബാംബു ലാബ്സിൻ്റെ A1. മേ ബി 3D പ്രിന്ററിനെ കുറിച്ച് അറിയാവുന്നവർക്ക് അറിയായിരിക്കും ബാംബു ലാബ്സ് എന്താണ്, ബാംബു ലാബ്സിൻ്റെ പ്രിന്റേഴ്സൊക്കെ എങ്ങനെയാണെന്നൊക്കെ. ഇത് അത്യാവശ്യം നല്ല വലിയ പാക്കേജാണ്. ഇത് വെളിയിൽ കൊണ്ടുവച്ച് എനിക്ക് അൺബോക്സ് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ അവരുടെ നിലത്ത് വെള്ളം വയ്ക്കേണ്ടി വരും. പിന്നെ എൻ്റെ മേശയിലെല്ലാം എടുത്ത് കളഞ്ഞിട്ട് ഇപ്പോൾ എടുത്ത് വെച്ചേക്കുന്നതാണ്. സോ നമ്മൾ നിലവിൽ ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ വയ്ക്കാമെന്നാണ് ഇപ്പം നിലവിൽ പ്ലാൻ ചെയ്തേക്കുന്നത്. റൂമിൽ വയ്ക്കേണ്ട ഒരു സാധനം അല്ലത്. പ്ലാസ്റ്റിക് ഉരുകുന്നതിൻ്റെ മണം ഇതൊക്കെ നമുക്ക് ബുദ്ധിമുട്ട് വരും. സോ നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. സോ ഞാൻ robo.in എന്ന് പറഞ്ഞ ഒരു സൈറ്റിൽ നിന്നാണ് നമ്മൾ മേടിച്ചത്. അത് ബാംബു ലാബ്സ് ഒഫീഷ്യലി ലൈസൻസ് കൊടുത്തിരിക്കുന്ന ഒരു കമ്പനി തന്നെയാണ്. അവിടെ നിന്നാണ് ഞാൻ ഇപ്പം മേടിച്ചേക്കുന്നത്. സോ നമുക്ക് അൺബോക്സ് ചെയ്യാം. ഞാൻ ആദ്യം വിചാരിച്ചത് അൺബോക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാമെന്നാണ്. പക്ഷെ ഫോർ നമ്മുടെ സേഫ്റ്റി അൺബോക്സ് ചെയ്യുമ്പോൾ വീഡിയോ എടുക്കുകയാണെങ്കിൽ എനിക്കത് വല്ല ഡാമേജ് ഉണ്ടെങ്കിൽ വർക്ക് അയക്കുകയും ചെയ്യാം, നമുക്ക് വീഡിയോയിൽ ഉപയോഗിക്കാം എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ എടുത്തത്. ഗൈസ്, ഞാനൊരു മണ്ടത്തരം ചെയ്തു. ഒന്നുമില്ല, പാക്കേജ് അങ്ങോട്ടും ഇങ്ങോട്ടും മാത്രമുള്ളായിരുന്നു, നടുക്കൂടെ ഒന്നും ഇല്ലായിരുന്നു. ഇന്ന് മൊത്തം കോമഡി ആയിരിക്കുമല്ലോ. So first of all we are treated with the എന്താ പറയുക, നമ്മുടെ വാട്ട് വാസ് ഇറ്റ് നെയിം, എൻ്റെ പേര് ഞാൻ മറന്നുപോയി. നമ്മുടെ ഫിലമെൻ്റ് വയ്ക്കാനുള്ള സാധനമാണ്. എൻ്റെ പേര് ഞാൻ മറന്നുപോയി, ഐ ഫോർഗോട്ട്. എനിവേ ലെറ്റ്സ് പുട്ട് ഇറ്റ് അസൈഡ്. സോ കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നുന്നു. ഇത് അടിയിൽ നമുക്ക് കണക്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ്. ഫിലമെൻ്റ്, ടെസ്റ്റ് ഫിലമെൻ്റ്, പ്ലഗും കാര്യങ്ങളുമൊക്കെ. സാധനങ്ങളൊക്കെ ഊരിപ്പോയിട്ടുണ്ട്. ഒന്നുമില്ല, ഷിപ്പ് ചെയ്യാൻ നേരത്തെ നമ്മൾ വയ്ക്കുന്ന സാധനങ്ങളാണ്. സോ എനിവേയ്സ് ഞാൻ ഇതിൻ്റെ അതൊന്ന് മാറ്റിയിട്ട് കാണിക്കാം, അതായിരിക്കും ബെറ്റർ. സോ ഗായ്സ്, അപ്പോൾ അൺബോക്സ് ചെയ്തപ്പോൾ എങ്ങനെയാണ് വന്നേക്കുന്നത്, നമ്മളിനി ഇതാണ് നമ്മുടെ ബേസ് പ്ലേറ്റ്. ഇതിൻ്റെ അകത്തേക്ക് നമ്മളിത് ഈ ബേസ് പ്ലേറ്റ് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യണം. അത് അറ്റാച്ച് ചെയ്യുന്ന വീഡിയോയും വയ്ക്കുന്നതും കൂടെ ഒരുമിച്ച് ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല. സോ അതിൻ്റെ എന്തായാലും ഇത് നിങ്ങളൊരു ട്യൂട്ടോറിയലായിട്ട് എന്തായാലും കൂട്ടണ്ട. സോ അത് നിങ്ങൾക്ക് ട്യൂട്ടോറിയൽ വേണമെങ്കിൽ യൂട്യൂബിൽ കുറേ കിടപ്പുണ്ട്. സോ ഇത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കാം. പ്രത്യക്ഷത്തിൽ ഡാമേജ് ഒന്നുമില്ല, നമുക്കിത് ഓൺ ചെയ്ത് നോക്കിയാലേ ബാക്കി കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുള്ളൂ.
സോ സോ അസംബിൾ ചെയ്യാൻ നമ്മൾ കുറച്ച് സമയം എടുത്തു. ജസ്റ്റ് അസംബിൾ ചെയ്തിട്ടുണ്ട്. സോ നമ്മളങ്ങനെ വർക്ക് ചെയ്യുന്ന സംഭവം എന്നുള്ളത് നോക്കാം. വേറൊരു ഫിലമെൻ്റ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കാം കേട്ടോ. സോ അങ്ങനെ നമ്മൾ അസംബിൾ ചെയ്തിട്ട് നമ്മുടെ ഫസ്റ്റ് പ്രിൻറ്റിന് ഇട്ടേക്കട്ടോ. ഞാൻ ഇട്ട സംഭവം ഫോൺ കണക്ട് ചെയ്തൊന്നും ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി. അതെങ്ങനെയാണ് ഞാൻ ഫോണിൽ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. സോ നമ്മൾ ഫസ്റ്റ് പ്രിൻ്റ് ഇട്ടേക്കുന്നത് നമ്മുടെ എല്ലാ 3D പ്രിൻ്ററുകളിലും ഒരു ബെഞ്ച് മാർക്കായിട്ട് കാണുന്നൊരു സ്മോൾ കൈൻഡ് ഓഫ് ബോട്ടാണ്. അത് ഞാനിത് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. സോ ഗൈസ്, അപ്പോൾ 1-2 ദിവസം കഴിഞ്ഞു കേട്ടോ. സോ ഞാനപ്പോൾ നമ്മുടെ 3D പ്രിന്റർ അൺബോക്സ് ചെയ്യുന്നത് നമ്മൾ കാണിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് പ്രിന്റ് ചെയ്യുന്നത് കാണിച്ചായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഷൂട്ട് ചെയ്യാമെന്നതില്ല, കാരണം ജോലിയുടെ കാര്യമായിട്ട് പിന്നെ അങ്ങനെയൊക്കെ പോയി. പിന്നെ നമുക്ക് എനിക്ക് 2-3 ദിവസമായി തോന്നുന്നു, അപ്പോഴാണ് ഒരു സമയം കിട്ടിയത് എൻ്റെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് എന്തൊക്കെ ചെയ്തു എന്ന് ജസ്റ്റ് കാണിച്ചു. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഉള്ള ഫയലും പിന്നെ ചെറുതായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫയലൊക്കെ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാനാണെങ്കിൽ ഒറ്റ കളർ ഫിലമെന്റ് മേടിച്ചു. പിന്നെ ഞാൻ തൽക്കാലം നമ്മുടെ കാറിന്റെയും ബൈക്കിന്റെയൊക്കെ വെച്ച് പെയിന്റ് ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. സോ ഗൈസ്, അപ്പോ ഇതാണ് നമ്മുടെ 3D പ്രിന്റർ. ഞാൻ ഓൾറെഡി കാണിച്ചായിരുന്നു. സോ അതിൻ്റെ അകത്ത് നമ്മൾ 2 ദിവസങ്ങളായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ചെറിയ ചെറിയ സാധനങ്ങൾ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ബെഞ്ച് കാണിക്കാം. അതായത് നമ്മുടെ ബോട്ടാണ് ഇത്. നമ്മുടെ 3D പ്രിന്റേഴ്സിന്റെ ഒക്കെ ഒരു ബെഞ്ച് മാർക്കായിട്ട് കാണിക്കുന്ന ഒരു സംഭവമാണ്. ഇതാണ് എല്ലാ 3D പ്രിന്ററിന്റെ ഒരു ബെഞ്ച് മാർക്കായിട്ട് കാണിക്കുന്നത്. ചെറിയ സാധനമാണ്. എനിക്ക് എന്തുകൊണ്ടാണ് ഇവരെല്ലാം ഇത് തന്നെ ബെഞ്ച് മാർക്കായിട്ട് യൂസ് ചെയ്യുന്നതെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. കൊള്ളാം. ഫസ്റ്റ് പ്രിന്റിങ്ങിനെ ആയിരുന്നു. സോ അതങ്ങനെ. സെക്കൻഡ് പ്രിന്റ് ആയിട്ട് ഞാൻ എടുത്തിരുന്നത് ഇതാണ്. ഒരു സ്ക്രൈപ്പർ ആയിരുന്നു. ഇപ്പൊ അത് ഉപയോഗിച്ച് ഈ അവസ്ഥയിലായി. ഇത് ഇൻബിൽഡ് തന്നെയായിട്ട് സ്റ്റോറേജിൽ കിടന്നൊരു സാധാ സ്ക്രൈപ്പറാണ്. വലിയ ഗുണമൊന്നുമില്ല, ജസ്റ്റ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയതാണ്. മൂന്നാമത് ഞാൻ ചെയ്തത് ഒരു കീ ചെയിൻ പോലെയായിരുന്നു. ഒരു ടെഡി ബിയറിന്റെ കീ ചെയിൻ പോലെ. പക്ഷെ അത് പല കളറായതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ മാസ്ക് ചെയ്തപ്പോ ഒക്കെ ചുമ്മാ കോമഡി ആയി. മാസ്കിംഗ് ടൈപ്പ് ഇല്ലായിരുന്നു. പിന്നെ അത് ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റിൽ കൊളായിട്ടൊക്കെ ആയിപ്പോയി. സോ അപ്പൊ ഒരു ടെഡി ബിയറിന്റെ പോലത്തെ ഒരു കീ ചെയിൻ ജസ്റ്റ് നമ്മൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയതാണ്. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച് പിന്നെ കളർ ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഇങ്ങനെ ആയിപ്പോയി. പിന്നെ നമ്മൾ മാസ്ക് ചെയ്തത് കൊളായി. ഇത് ഓട്ടോമാറ്റിക് പെയിന്റ് ആണ് അടിച്ച് ചെയ്യുന്നത്, അതാണ് ഇങ്ങനെ കൊളായിട്ടിരിക്കുന്നത്. മാസ്കിംഗ് ടൈപ്പും ഇല്ലായിരുന്നു. അതങ്ങനെ. പിന്നെ നമ്മൾ ചെയ്തൊരു ടെഡി ബിയറിന്റെ ഒരു സാധനം നമ്മൾ ചെറുതായിട്ട് മോഡിഫൈ ആയിട്ട് ചെയ്ത് നോക്കിയതാണ്. അത് ദൂരെ നോക്കുമ്പോൾ ഓക്കെ, കുഴപ്പമില്ല. ഇതും നമ്മുടെ ഒറ്റ കളറേ ഉണ്ടായിരുന്നു. നമ്മൾ ഒറ്റ ഫിലമെന്റ് മേടിച്ചിട്ടുള്ളൂ. മറ്റേ AMS നമ്മൾ മേടിച്ചില്ലായിരുന്നു. ഇതിന്റെ കൂടെ നമ്മുടെ ഈ സ്കൂളിന്റെ സ്കൂളിൽ വെച്ചേക്കുന്ന സാധനം നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധനം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതൊക്കെ നമുക്ക് ചെയ്യാം. അതായിട്ട് ബാക്കിയുള്ള ഫിലമെന്റ്സും കൂടെ വയ്ക്കാം ഒരുമിച്ച്. അങ്ങനെയാണെങ്കിൽ ഇത് കറക്റ്റായിട്ട് അത് തന്നെ ചെയ്തു വന്നേനെ. പക്ഷെ ഇതും മാസ്കിങ്ങിന്റെ ഇഷ്യൂ കാരണം ഈ ഒരു ലെവലിൽ നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അടുത്തോട്ട് വരുമ്പോഴത്തേ അതിന്റെ മിസ്മാച്ച് ഒക്കെ വരും. ജസ്റ്റ് എല്ലാവരും ടെസ്റ്റിംഗ് ഫേസ് ആയിരുന്നു. പിന്നെ നമ്മൾ ചെയ്തത് ഇതായിരുന്നു. ഒരു ക്യാറ്റ് മീൻ പിടിക്കുന്നതായിട്ട് നൂല് മാത്രം നമ്മുടെ ബാക്കി 3D പ്രിന്റർ തന്നെ ഉണ്ടാക്കിയതാണ്. ഞാൻ ഓരോന്നോരോന്ന് വെച്ച് കാണിച്ചു തരാം. ഇപ്പൊ ജസ്റ്റ് എടുത്ത് കാണിച്ചേ ഉള്ളൂ. മീൻ കുടി. പിന്നെ ഇത് നമ്മുടെ ഒരു പെൻ ഹോൾഡറാണ്. തവളയാണ് സംഭവം. തവള വായം പിടിച്ചിരിക്കുന്നു. അതിൻ്റെ അത് നമുക്ക് പേനയോ പെൻസിലോ അഥവാ അതിനിപ്പോ വാഷ് ബേസിന്റെ അവിടെ കൊണ്ട് വെച്ച് നമ്മുടെ ടൂത്ത് ബ്രഷും പേസ്റ്റും ഒക്കെ ഇടാം. അങ്ങനത്തെ ഒരു സംഭവമാണിത്. സോ അത് കഴിഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കിയത് ഇതായിരുന്നു. ഇതൊരു ഡോഗാണ്. ഡിറ്റാച്ചബിൾ ആയിട്ടുള്ള ഡോഗാണ്. ഞാൻ അതിൻ്റെ ഒരു പിക്ക് കാണിക്കാം അത് എങ്ങനെയാ വന്നേന്ന്. അത് നമുക്ക് വേണമെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ട് ചുമ്മാ അവർക്കത് കട്ട് ചെയ്തിട്ട് നമുക്കത് യോജിപ്പിച്ച് ഇങ്ങനെ പട്ടിയെ പോലെ ആക്കും. സൈഡിൽ നിന്ന് കാണുമ്പോൾ പട്ടിയെ പോലെ, ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. സോ അതായത് ദെൻ ഞാൻ ലാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയ ഒരു എന്താ പറയാ ഇതിനൊരു പേര്,
ഒരു ഫയൽ കണ്ട് ചെറുതായിട്ട് മോഡിഫൈ ചെയ്ത് ഉണ്ടാക്കിയ ഒരു ഡ്രാഗൺ എന്നൊക്കെ വേണം പറയാം. അല്ലെങ്കിൽ നിങ്ങൾ ഫ്രോസൺ കണ്ടിട്ടുണ്ടെങ്കിൽ ഫ്രോസൺ സെക്കൻഡിലൊക്കെ കണ്ടിട്ടുണ്ട്. അതിൻ്റെ അകത്തൊരു ഫയറിന്റെ എലമെന്റ് ആയിട്ട് കാണിക്കുന്ന ഒരു ജീവി ഉണ്ട്. അതിൻ്റെയൊക്കെ ഏകദേശം ഒരു രൂപം സാദൃശ്യമുള്ള സാധനമാണ്. അത് ഇന്റർലോക്ക്ഡ് ആയിട്ടുള്ളൊരു സാധനം അകത്തുനിന്ന്. സോ അതൊരു കീ ചെയിൻ പോലെ ആക്കി എടുത്തു. അത് നമ്മൾ പെയിന്റ് ചെയ്ത കേട്ടോ. സോറി, പെയിന്റ് ചെയ്ത് നമുക്ക് അത്യാവശ്യം ഇങ്ങനെയായിട്ട് ഇളക്കിക്കൊണ്ടിരുന്നാലും അത് അനങ്ങും, തെറിച്ചൊന്നും പോകില്ല. സോ ഇതിന്റെ മാസ്കിങ് വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ തന്നെ ഇരുന്നു. സോ അതങ്ങനെ ഇതിന്റെ എല്ലാത്തിന്റെ ഓരോ ഇതൊക്കെ ഷോട്ട് എടുത്ത് കാണിച്ചാൽ ഇതിന്റെ മെയിൻ റീസൺ എന്താണ് ഞാൻ ഓൾറെഡി ഇതിന്റെ മെയിൻ റീസൺ എന്തിനാണ് ഞാൻ ഇത് മേടിച്ചെന്നുള്ള കാരണം ഞാൻ പറഞ്ഞായിരുന്നു. നമ്മുടെ വണ്ടിയുടെ പാർട്സും കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ്. സോ ഇത് ജസ്റ്റ് ഒരു ഹോബി സംഭവം വന്നപ്പോൾ നമുക്കൊന്ന് ടെസ്റ്റ് ഔട്ട് ചെയ്തേക്കാന്നുള്ള രീതിയിൽ ചെയ്തതാണ്. അൺഫോർച്ചുനേറ്റ്ലി സംഭവിച്ചെന്താന്ന് വെച്ചാൽ ക്യാമറ ബാറ്ററി അത്രേ ഉള്ളൂ. സോ ഇനിയിപ്പോ ക്യാമറ ചാർജ് ചെയ്തിട്ട് പിന്നെ ഷൂട്ട് ചെയ്യാന്നുള്ളതൊന്നും നോക്കില്ല. ബാക്ക്ഗ്രൗണ്ട് ഒന്നും നോക്കണ്ട കേട്ടോ. മൊത്തം ഈ കുറെ ബോക്സസ് വന്നിരിക്കും, വണ്ടിയുടെ പാർട്സും അല്ലാതെ ടൂൾസും ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊളാണ്. സോ ബാക്ക്ഗ്രൗണ്ട് ഞാൻ ബ്ലർ ചെയ്യാം. തൊക്കെ സാധനങ്ങൾ നിറച്ചു വെച്ചേക്കാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ജസ്റ്റ് 3D പ്രിന്റർ വന്നു, ജസ്റ്റ് അൺബോക്സ് ചെയ്തു. ഫസ്റ്റ് പ്രിന്റ് ചെയ്യുന്ന കാണിച്ചായിരുന്നു എന്ന് തോന്നുന്നു. ഞാൻ കാണിച്ചായിരുന്നു തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ കുറച്ച് പ്രിന്റ് ചെയ്ത ഒബ്ജക്റ്റിലൊക്കെ കാണിക്കുന്നത്. സോ അതിന് ഒന്ന് രണ്ട് ക്ലോസപ്പ് ഷോട്ട്സും കൂടെ കാണിക്കാം. സോ ഞാൻ ഒരു സാധനം കൂടെ കാണിക്കാൻ പറഞ്ഞു, അങ്ങോട്ട് കാണിച്ചേക്കാം. ഞാൻ കാണിക്കാൻ പറഞ്ഞു. ഇപ്പൊ നോക്കണ്ടാട്ടോ, ഇതാണ് ഇത്ര സാധനങ്ങൾ ഉണ്ടാക്കിയതിന്റെ വേസ്റ്റ് ആണ്. ഇപ്പം ഇങ്ങനെ വേസ്റ്റ് ഭാഗം അതിനെ കുറിച്ചൊക്കെ നമുക്ക് വേറൊരു വീഡിയോയിലൊക്കെ പറയുന്നേക്കുന്നുണ്ട്. സോ ഇതൊരു ഫോൺ സ്റ്റാൻഡ് ആണ്. ഇപ്പൊ ഞാൻ ഉണ്ടാക്കിയത് ചെറുതായിട്ട് ഞാൻ മോഡിഫൈ ആയിട്ടാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് അനക്കാൻ ഇത്തിരി ഇത് നമുക്കിങ്ങനെ ആംഗിള് സെറ്റ് ചെയ്തിട്ട് വയ്ക്കാൻ പറ്റും. ഒറ്റ കൈ വെച്ചിട്ട് ഇത്തിരി പാലാണ് ഗൈസ്. ഇപ്പൊ മനസ്സിലായപ്പോ ഇങ്ങനെ തിരി. ഇതും ഡിറ്റാച്ചബിൾ ആയിട്ടുള്ള സംഭവമാണ്. ഇതിന്റെയും ഞാനൊരു ഷോട്ട് കാണിക്കുന്നതായിരിക്കും. സോ ഇതൊക്കെയാണ് ഞാൻ നിലവിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് നമ്മളുമായിട്ട് നമ്മുടെ മെയിൻ റീസണായിട്ട് വലിയതായിട്ട് നോക്കുന്നില്ല. വണ്ടിയുടെ പാർട്സും പിന്നെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെ പാർട്സ് ഉണ്ടാക്കി നമ്മൾ ടോയ്സോ കാര്യങ്ങളോ ഒക്കെ ആയിട്ട് നമ്മുടെ ഡിസൈനിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഉണ്ടാക്കി തരുമൊക്കെ ചെയ്യാം. അതായത് നമുക്ക് എപ്പോഴും വണ്ടിയുടെ പാർട്സ് മാത്രം ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. ഇങ്ങനത്തെ കീ ചെയിൻസും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ നമ്മുടെ മിനിയേച്ചർ കാറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ ഒരു ചെറിയ പ്ലാനിങ് ഉണ്ട്. എത്രത്തോളം അതിനെക്കുറിച്ചൊന്നും ഇതായിട്ടില്ല. അതായിട്ട് നമ്മുടെ മിനിയേച്ചർ കാറുകൾ നമ്മുടെ ഡാഷ്ബോർഡിലൊക്കെ വയ്ക്കാൻ പറ്റും. നമ്മുടെ കാറുകൾ തന്നെ നമ്മുടെ കളറിൽ, നമ്മുടെ നമ്പർ പ്ലേറ്റ്, നമ്മുടെ മോഡിഫിക്കേഷൻ ഒക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ചെയ്യണമെന്നൊരു പ്ലാൻ ഉണ്ട്. നമ്മളിതുവരെയായിട്ട് അതിനെ കുറിച്ചൊന്നും അധികം നോക്കിയിട്ടില്ല. ഓക്കെ, 3D പ്രിന്റിങ് 3D ഡിസൈനിങ് കുറച്ചൊക്കെ അറിയാമെങ്കിലും കുറച്ചും കൂടെ ഒക്കെ പഠിക്കാനുണ്ട്. സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, നോക്കുന്നുമുണ്ട്. അപ്പോ അതിനെക്കുറിച്ച് എല്ലാം ചെയ്യുകയോ കാര്യങ്ങളോ ഇതാണെങ്കിൽ നമ്മൾ ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോ നമ്മുടെ ഏതെങ്കിലും വീഡിയോയിലായിട്ട് നമ്മൾ അറിയിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തു തരുന്നെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തു തരാവുന്നതായിരിക്കും. സോ ഗൈസ്, അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ. സോ